എനിക്ക് തോന്നുന്നു ഇതിലെ ദേവേട്ടൻ എന്ന് പറയുന്ന ലുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഭയങ്കര ഡിഫറെന്റ് ആയി. പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കണം. ഓ കലേഷ എവിടെയാണ്ടാ? തൂമ്മ കാര്യം പറയണ്ട, ഇവിടെ സിനിമ കഫയിൽ വന്നിരിക്കുന്നു ഞാൻ. മറ്റേ തൂമ്മ എവിടെയാണ്ടാ? വിളിക്ക്, ഇവിടെ വന്ന് ഇന്റർവ്യൂ കൊടുക്കണ്ടേ? അങ്ങനെ വന്നു. അപ്പൊ ഞാനിങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ചന്ദനൊക്കെ തൊട്ടിട്ട് പുറത്ത് നിന്നിട്ട് ഞാൻ സുന്ദരനെ നോക്കി. സുന്ദരൻ നിധിക്കും കൊള്ളാണ്, എല്ലാം കൊണ്ടും ഓക്കെ. എനിക്ക് ഭാഷയെ കൂടി പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു 1000+ ബേബീസിന്റെ ആ ലൊക്കേഷനും ആളുകളും ആ ഒച്ചയും ബഹളവും. എടാ ഗംഭീരായിട്ടാ പാലക്കാട് ഭാഷ, നീ ഗംഭീരായിട്ടുണ്ട്. എടാ നിനക്ക് ആരാണ് ഡബ് ചെയ്തത്? ഗംഭീരായിരുന്നു. ഞാൻ പറഞ്ഞേ ഞാൻ തന്നെ ഡബ് ചെയ്തത്, എന്റെ വോയിസ് നിന്റെ വോയിസ് ആണോ നീ ഡബ് ചെയ്തേ? ഗംഭീരായുണ്ടല്ലോ. പോരെ, നമുക്ക് അങ്ങനത്തെ ഒരു സുഖം പോലെ കേൾക്കുമ്പോൾ. ഇത് ദേവേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്താന്ന് പറഞ്ഞു. അതുപോലെ അത്രയും ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടലും ചോദ്യം പോയല്ലോ. ഇപ്പൊ എന്തായാലും സ്ലാങ്ങിലോട്ടൊക്കെ എത്തിയ സ്ഥിതിക്ക് ഈ സിനിമയിലെ പാലക്കാട് സ്ലാങ് ആണ് പറയുന്നത്. തൃശ്ശൂർക്കാരൻ പാലക്കാട് സ്ലാങ് പറയാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാനൊരു ടാസ്ക് തരാണ്. ഈ സിനിമ വെബ് സീരീസിൽ തന്നെ ഇടവും വല്ലതായിട്ട് 2 പേര് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ കണ്ടു, ഞാൻ ഫുൾ എപ്പിസോഡ് ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തു. അതെ, അതിലോട്ട് ഞാൻ വരാം. അത് ഞാൻ അപ്രിഷിയേഷൻ. അപ്പൊ ഞാൻ ടാസ്ക് അറിയാം. ഇടവും വല്ലതായിട്ട് എപ്പോഴും 2 പേരുണ്ടല്ലോ. ഇവരെ ഇപ്പൊ വിളിച്ച് കലേഷും ഉണ്ണി ഇവരെ ഇപ്പൊ വിളിച്ച് പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കണം. എനിക്ക് ഉറപ്പില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ഓ കലേഷ എവിടെയാണ്ടാ? തൂമ്മ കാര്യം പറയണ്ട, ഇവിടെ സിനിമ കഫയിൽ വന്നിരിക്കുന്നു ഞാൻ. മറ്റേ തൂമ്മ എവിടെയാണ്ടാ? ഉണ്ണിയാ? വിളിക്ക്, ഇവിടെ വന്ന് ഇന്റർവ്യൂ കൊടുക്കണ്ടേ? കാര്യങ്ങൾ കേട്ടണ്ടേ ആൾക്കാരുടെ അടുത്തേക്ക്? അവിടെ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കാം നീ. തൂമ്മ മുട്ടി പോകും നീ. കാര്യം പറഞ്ഞിട്ട് വണ്ടിയൊക്കെ വിളിച്ച് മറ്റേ ലോറിയിൽ അങ്ങനെ കയറിയിട്ടേ സിനിമ പറഞ്ഞ കഫയിലേക്ക് വന്ന് ആ തൂമ്മേനെ വിളിക്ക്. പോരെ. ഇത് തൃശ്ശൂരാണെങ്കില് എന്തൊരു തേങ്ങ എന്ന് പറയും, അങ്ങനത്തെ ഒരു സാധനം പറയില്ലേ? ഞങ്ങളുടെ നാട്ടിലാണ് എന്താ കാണിക്കുന്നത്? അത് ഓരോ സ്ഥലങ്ങൾ തൂമി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളൊരു വേർഡാണ്. അതൊരു മോശം സാധനം. എന്തൊരു തേങ്ങ ഉണ്ടാ നീ കാണിക്കുന്നത്? അപ്പൊ നീ എവിടെ ഉണ്ടാ അങ്ങനെയൊക്കെ ചോദിക്കും തൃശ്ശൂര്. അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പൊ ബ്രോ എന്ന് വിളിക്കുന്നില്ലേ, സ്റ്റൈലാണ്. എടാ തൂമ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ഭയങ്കര രസമുള്ള ഒരു സ്ലാങ്. പക്ഷെ ഇതൊന്ന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വേറെ സ്ലാങ്ങാണ്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കും തൊട്ടപ്പുറത്ത്. അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടേ, ഇത് പിടിക്കണം അല്ലെങ്കിൽ എന്ത് പറയണം. അപ്പൊ രജിക അടുത്തപ്പോ ആർക്കും അറിയില്ല. ഞാനിത് സീരീസിലേക്ക് വന്നപ്പോ എന്റെ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്നത് വാഗമണിലാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എന്റെ ബർത്ത്ഡേയില് നൈറ്റ് സീൻ തൊട്ട് മുന്നേ റൂമിൽ ഇരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, ആ ഷോട്ടാണ്. അപ്പൊ എല്ലാവരും വന്നു. അപ്പൊ ഞാൻ എല്ലാവരും നോക്കുന്നു, കയ്യും കാലൊക്കെ കിടുകിടാന്ന് ഇറങ്ങി. അപ്പൊ നെജിക്ക് എന്നെ ചോദിക്കുന്നത്, പണിയൊക്കെ ചെയ്തിട്ട് കുറെ നാളായല്ലേ, കുറെ വർഷമായല്ലേ? അതൊക്കെ പറഞ്ഞു. അപ്പൊ നൈറ്റാണ്, ഒരു 6 മണിക്ക് ഷൂട്ട് തുടങ്ങി, പുലരും വരെ ഷൂട്ടാ. അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ മുണ്ടൊക്കെ എടുത്ത് ആ മഞ്ഞ കളർ ഷർട്ടൊക്കെ ഇട്ട് എന്റെ മൊമെന്റ് ആട്ടോ എന്റെ ലൈഫിലത്തെ. ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വന്ന് പനമ്പള്ളിയിൽ വന്ന് നിന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ തോന്നി, പറ്റുന്നില്ല, നിങ്ങളൊക്കെ എവിടെയാണ് എന്ന് പറഞ്ഞു. ഇക്ക പറഞ്ഞു, നീ പൊളിക്കൂടാ, നീ മുത്തല്ലേ, നീ നന്നായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ് കരഞ്ഞു പോയി ഞാൻ. എനിക്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞൊരു സാധനം പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് വല്ലാതെ മിസ്സായി ആ തണുപ്പും വാഗമണും മഞ്ഞും. എന്റെ ബർത്ത്ഡേ ആളുകള് വല്ലാത്തൊരു ഫീലാണ്. അപ്പോ അങ്ങനെ ആ ഒരു ഷോട്ടാണ്. എന്ന് നമ്മൾ പറഞ്ഞു സ്ലാങ്ങിന്റെ. അപ്പൊ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഷോട്ട് ചെയ്യാൻ പോയി എല്ലാരും ദേവൻ കുപ്പിളേരിക്ക് വീട്ടിൽ വെയിറ്റിംഗ് ആണ്. ഞാൻ ആ ഭാഷ പറയും അല്ലെങ്കിൽ ഇവൻ എന്താക്കും, എല്ലാവരും എക്സൈറ്റ്മെന്റാ. അപ്പൊ ഇതിൽ വെബ് സീരീസിൽ എന്നെ അഴിച്ചു വിട്ടത് അല്ലെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം. ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞൊരാളുണ്ട്, എന്റെ അസോസിയേറ്റ് ഡയറക്ടർ സുനിൽ കാര്യാട്ടര ഡയറക്ടർ. ഞാൻ സുനിലേന്റെ അടുത്ത് അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. സുനിലേനാണ് അവസാനം പ്രൊമറ്റ് ചെയ്ത് കൊടുക്കണൊക്കെ ഞാനാണ് ലൊക്കേഷനിൽ. നീ അടിപൊളിയാ, നീ ചെയ്ത് കൊടുത്തോ. അപ്പൊ അങ്ങനെ വന്നു നിന്നു. അപ്പൊ ഞാനിങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് ചന്ദനൊക്കെ തൊട്ടിട്ട് പുറത്ത് നിന്നിട്ട് ഞാൻ സുനിലേനെ നോക്കി. സുനിലേട്ടൻ നെജിക്കും കൊള്ളാടെ, എല്ലാം കൊണ്ടും ഓക്കെ. ഇനി ഭാഷയും കൂടി പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് പറയണേ ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെ അവിടെ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ, ഉണ്ണിയാ നീ ഇരിക്കണ്ട,
എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വേറെ എന്തോ കലേഷിനെയാന്ന് തോന്നി, എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം ക്ലാപ്പ് ചെയ്തത്. നന്നായിട്ട് ഈ മീറ്റർ പിടിച്ചോ, രസമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വന്ന് പക്ഷെ പല ഏരിയകളിലും എനിക്ക് തൃശ്ശൂർ ഭാഷ കയറി വരും. അപ്പൊ ഞാൻ തന്നെ കട്ട് പറയും, സോറി. ഇതിങ്ങനെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്റ്റോപ്പ് ആകാൻ പറയാതെ എനിക്ക് ഭാഷ മാറി പോകും. അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ വരും. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? വെബ് സീരീസ് മൊത്തമാണോ? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-38 ദിവസത്തോളം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ 2 ദിവസം ഭാഗമുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ പാലക്കാട് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത എൻ്റെ 10-38 ദിവസം തീർച്ചയായിട്ടും 1000 ബേബീസിന്റെ സെറ്റിലാണ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് മേളിൽ വരുമെന്ന് അറിയില്ല. ഇവിടെ വരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ചട്ടക്കൂടിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു 1000+ ബേബീസ് തന്നെ. ആ ലൊക്കേഷനും ആളുകളും ആ ഒച്ചയും ബഹളവും ആ സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അതേപോലെ ഫ്രീഡാണ് ഡയറക്ടർ തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ ക്യാരക്ടറിനെ പറ്റി അത്രയും പറയുന്നുണ്ട്, അത്രയും ഇഷ്ടപ്പെട്ട് ആ ക്യാരക്ടറിലോട്ട് അത്രയും ഇൻവോൾവ് ആയതാണ്. അപ്പം ഒരു ക്യാരക്ടറിനെ പറയുമ്പോൾ ലുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എനിക്കൊന്ന് ഇതിലെ ദേവേട്ടൻ എന്ന് പറയുന്ന ലുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് ഇന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഇരുന്നിട്ടാണ് ഫുൾ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ലുക്കൊക്കെ മാറി, കണ്ണാടിയൊക്കെ വെച്ച് താടിയൊക്കെ വന്ന് ഇതിൽ ഫുൾ ക്ലീൻ ഷേവും ഒക്കെയാണ് ദേവേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എപ്പോഴും ചന്ദനം ഒക്കെ തൊട്ടിട്ട് ആ ലുക്ക് ആക്ച്വലി എങ്ങനെയാ കൊണ്ടുവന്നിരുന്നത്? ഇത് ഓൾറെഡി കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇക്കാക്കി ഒരു നിലപാടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് എഴുതുമ്പോൾ ദേവൻ കുപ്ലേരി എങ്ങനെ വേണം. കാരണം ഞാൻ എത്തുന്നതിന് മുന്നേ ഒരു പാലക്കാട് ഉണ്ട്, എഴുത്തും കാര്യങ്ങളും ലൊക്കേഷൻ ഹണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ദേവൻ കുപ്ലേരി എങ്ങനെയായിരിക്കണം, എങ്ങനെ ഒരു രാഷ്ട്രീയബോധമുള്ള ഒരാളാണ് ഞാൻ. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞു തരുമ്പോൾ തന്നോട് പറഞ്ഞു ആള് ഡ്രസ്സിങ്ങിൽ തന്നെ തേച്ച് അയണൊക്കെ ചെയ്ത് സ്റ്റാർച്ച് ചെയ്തുമുണ്ട്, ഒറ്റ കളർ ഷർട്ട്, കയ്യിൽ ചരട്, എന്നും 2 ചന്ദനം, മുഖമൊക്കെ ചെയ്യി വൃത്തിയുള്ള ദേവേട്ടൻ ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ സമീപിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോ ഇക്കയുടെ സജഷനാണ് ആ മുണ്ടും ഷർട്ടും ചെരുപ്പും എന്റെ നടത്തവും എന്റെ സ്റ്റൈലുകൾ വരെ നജീക്ക് തന്നെയാണ്. ഇതില് ഏറ്റവും ടേക്ക് പോയ ഒരു സീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? അതായത് സ്ലാങ്ങിന്റെ ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലിപ്സിങ്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സ്ലാങ് എവിടെയെങ്കിലും പോയി അങ്ങനെ ഏറ്റവും കൂടുതൽ ടേക്ക് പോകേണ്ട വന്നിട്ടുണ്ടോ? എന്റെ ഓർമ്മകളിൽ ഇല്ല കേട്ടോ. കാരണം ഞാൻ അത്രയും ആയിട്ടുണ്ട് ദേവൻ, ഞാൻ അത്രയും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കാണ്ട് പോകാൻ ഞാനത് എങ്ങനെ ചെയ്തു. എനിക്ക് വളരെ ഈസി ആയിട്ട്. പക്ഷെ ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കഥ എന്താ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഭാരമുള്ള സാധനമാണോ എൻ്റെ തലയിലിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് എൻ്റെ സ്ലാങ് ശരിയാണോ എന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷെ ഇങ്ങനെ റീടേക്കുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. എല്ലാം അങ്ങനെ എന്താ പറയണ, അത് ഡയറക്ടറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് മാത്രമേ ഉള്ളൂ. അത്രയും നമ്മൾക്ക് അത്ര ഒരു സപ്പോർട്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഫ്രീഡം തരുന്നുണ്ടായിരുന്നു. എനിക്ക് ലൊക്കേഷൻ നല്ലപോലെ ജിക്കും സുനിലാണ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അവൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു എല്ലാവരും. കാരണം ഇത് ഈ സീരീസിൽ അത്ര ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത്രമാത്രം മനോഹരമാക്കണം എന്നുള്ളത് അവരെല്ലാവർക്കും വാശിയായിരുന്നു. അപ്പൊ നന്നായിട്ടില്ലെങ്കിൽ പറയുന്നത് 1-2 ടേക്ക് പോകണോണ്ട് ഒന്നും ഒരു ഷൂസ് അല്ലാത്ത ആളുകളാണ് നമ്മുടെ ഉള്ളവരെല്ലാവരും. ഇത് ദേവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്താന്ന് പറഞ്ഞാൽ, അതുപോലെ അത്രയും ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിടലും ചോദ്യമായി പോയല്ലോ. ദേവൻ കുപ്ലേരി കഴിഞ്ഞു കഴിഞ്ഞാല് ദേവൻ കുപ്ലേരി തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും എന്റെ ദൈവം എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ആ പേരിൽ തന്നെ ഒരു സാധനോട് ശക്തിയുണ്ട് ദേവൻ. ഇത് തുടക്കത്തില് ഷൂട്ടിംഗ് ടൈമിൽ അറിഞ്ഞിരുന്നു ഇതില് നീന ഗുപ്ത റഹ്മാൻ. പിന്നെ അതാണ് ഏറ്റവും വലിയ പേടി. ഇവരുടെയൊക്കെ മുന്നിൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്ത് ദേവൻ കുപ്ലേരി, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഡബിങ് സമയത്തൊക്കെ റഹ്മാൻ സാറിന്റെ സീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ ഇന്ന് രാവിലെ ഒരു ഇൻസിഡന്റ് വെച്ചാല് നമ്മുടെ ബിലഹരി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അള്ളു രാമേന്ദ്രൻ ചെയ്ത ഡയറക്ടർ എനിക്ക് വിളിച്ചു. എടാ ഗംഭീരായിണ്ടാ പാലക്കാട് ഭാഷ, നീ ഗംഭീരായിണ്ട്. എടാ നിനക്ക് ആരാണ് ഡബ് ചെയ്തേ? ഗംഭീരായിണ്ട്. ഞാൻ പറഞ്ഞേ ഞാൻ തന്നെ ഡബ് ചെയ്തത്, എന്റെ വോയിസ് നിന്റെ വോയിസ് ആണോ, നീ ഡബ് ചെയ്തേ? ഗംഭീരായുണ്ടല്ലോ.
പോരെ, നമുക്ക് അങ്ങനത്തെ ഒരു സുഖം പോലെ കേൾക്കുമ്പോൾ. ഉറപ്പായിട്ടും. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഡബിങ്. അപ്പം ആ സമയത്തുള്ള സാങ് അപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരിക്കലും നമ്മൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവും. നമ്മൾ ആ ക്യാരക്ടറിനൊക്കെ വിട്ടു പോകും. ഡബിന് വിളിച്ചോ അടുത്ത ടാസ്ക് അവിടെയാണ് എന്റെ. ഇവൻ ലൊക്കേഷനിൽ പറ്റിച്ചു. ലൊക്കേഷൻ നമുക്ക് എന്തും പറയാം, ലിപ്സിംഗ് ഒക്കെ മതി, ഡയലോഗ് ഒക്കെ മതി, ഇവിടെ സ്ലാങ് ഒക്കെ മതി നമുക്ക്. പിന്നെ ഇതിന്റെ സ്ലാങ് കിടക്കുന്നത് ഡെപ് സൂട്ടിലാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാം. അപ്പൊ ഇത് ചെല്ലുമ്പോൾ ഇവര് ചെറുതായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ ഒക്കെ മിമിക്രി ഒക്കെ കളിച്ചു പോയി, ഡെബ്സുള്ളവർ എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഓൾറെഡി ഒരു ഡബ് ചെയ്യാനുള്ള പാലക്കാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഏകദേശം അതിന്റെ ഉള്ളിൽ കയറി, ഞാൻ ഡെബ്സിന്റെ ഉള്ളിൽ കയറി, ഞാൻ സ്വയം ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അതിലേക്ക് വന്നിട്ട് ശരിക്കും പറയാം ട്രാക്കിൽ കയറി. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളന്ന് സൈഡാണെങ്കിൽ നമ്മളെ ഡബിപ്പിക്കില്ല. 800 പ്രാവശ്യം എന്തോ ഒരു പനിയോ കാര്യമായിട്ട് പോയപ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കും, ദേവാടം എന്താണ് വയ്യല്ല മൂത്ത് ഒന്നും ഡബ് ചെയ്യണ്ടാട്ടാ, പോയി റെസ്റ്റൊക്കെ എടുക്കും എന്ന് പറയാം റോസ്. അപ്പോ നമ്മൾ ഓക്കെ ആയി മാത്രമേ ഡബ് പോവുള്ളൂ. നമ്മള് കാരണം നമ്മുടെ വോയിസ് അല്ല, നമ്മള് വേറൊരു നാട്ടിലെ വേറൊരു സ്ഥലത്തെ വോയിസ് അല്ല. അപ്പൊ അത്ര പെർഫെക്ഷൻ ആവാൻ വേണ്ടി നമ്മൾ ഓക്കെ ആയാൽ മാത്രമാണ് ഡബിലേക്ക് നമ്മളെ ഷൂട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം സംവിധായകൻ നജീമിക്കനെ പറ്റി, അറോസിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഒരുപാട് ഹെൽപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരായിട്ട് എങ്ങനെയായിരുന്നു പരിചയം ശരിക്കും? എനിക്ക് തോന്നുന്നു ഇക്കയും ആറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രൈഡേ സിനിമ മുതലുള്ള പരിചയമാണ് എനിക്ക്. ഇക്ക അന്ന് റൈറ്റർ ആയിരുന്നു, കാരണം മുന്നേ വന്നതാണ്. കുറെ സിനിമ കഥ എഴുതി, അപൂർവമായിരുന്നു ഇക്കയുടെ ഫസ്റ്റ് പടം. അപ്പൊ എനിക്ക് ഫ്രൈഡേ മുതലുള്ള കണക്ഷനാണ്. അപ്പൊ ആ ഒരു ബന്ധം എനിക്ക് ആ ബന്ധം നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്ര സ്വാതന്ത്ര്യമാണ്. ഈ പറയുന്ന പോലെ നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. ഞാനത് നേരത്തെ പറഞ്ഞ്, എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്ത് ഇത്രയും ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഒരു ബലം പിടിച്ച് ആ ഒരു സാധനം അതൊക്കെ പറയാം, മറോസിന് പറയാം, അതെനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലം കൊണ്ട് പരിചയം എനിക്ക്. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഇതുവരെ പോലീസ് വേഷം ചെയ്തിട്ടില്ല. ഇതില് റഹ്മാൻക്കോടൊപ്പം ചെയ്ത ആദിലുണ്ട്. എനിക്ക് ആദ്യം ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി. ആദിലിന് പോലീസ് വേഷം വളരെ സൂട്ടാവുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ രാവിലെ ടെക്സ്റ്റ് ചെയ്തപ്പോ ആദില് ദേവാട്ട എങ്ങനെയുണ്ട്, എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഭാഷ സംസാരിക്കുന്നു, ദേവാട്ട എങ്ങനെയുണ്ട്, ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. നീ ഡബിൾ ഓക്കെ ആണ്ടാ, നീ ഒന്നും പേടിക്കണ്ട പറഞ്ഞു. നന്നായിട്ടുണ്ട്, എനിക്ക് എന്റെ സ്വപ്നമാണ് ഒരു പോലീസ് വേഷം ചെയ്യാന്നൊക്കെ പറഞ്ഞ. അത് എനിക്ക് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒന്നല്ലല്ലോ കിട്ടുക, ആഗ്രഹം ഒരുപാടുണ്ട്, കുറെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹം, അതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ വരുന്നത് നമ്മുടെ ശരീരത്തിലൂടെ കയറ്റി അതങ്ങോട്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് വരട്ടെ, വരുമ്പോ പലർക്കും ഇപ്പൊ നായക വേഷം പോലെ തന്നെ വില്ലൻ വേഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും, അതല്ലേ നമ്മൾ ഏറ്റുപിടിച്ചത്. അതെ, ഈ സിനിമകളും ആൽബംസും കുറച്ച് ചെയ്തു. വെബ് സീരീസ് ഫസ്റ്റ് അല്ലേ? അതും വെബ് സീരീസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജോണറും ഒക്കെ പറഞ്ഞു. നമ്മള് ദേവേട്ടനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ഈ ചെയ്ത് വെച്ച ദേവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു, അഭിനയിച്ചപ്പോ തന്നെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റും അത് ആദ്യമായിട്ട് റിലീസിന് മുന്നായിട്ട് എന്തായാലും കാണുമല്ലോ, ഡബിന് മുന്നായിട്ടും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ടൈം കണ്ടപ്പോ ഉള്ള ആ ഒരു, ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോ ഇക്കുണ്ടാവും, ആറോസ് ഉണ്ടാവും, എന്റെ പോർഷൻസ് എനിക്ക് അതിന് മുന്നുള്ള സീരീസിന്റെ സ്ലോട്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞുള്ള സാധനങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നല്ലാതെ തുടർച്ചയായിട്ട് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് റിലീസാവാൻ എടുത്ത ഡയറക്ടർക്കോ ഇതിന്റെ റൈറ്ററൊക്കെ ഇല്ലാത്ത വേദനയായിരുന്നു എനിക്ക്. ഞാൻ എന്നും വിളിക്കും എന്നാ റിലീസ്, അവസാനം എന്റെ ഫോൺ എടുക്കാണ്ടായി, ഇപ്പൊ ശല്യം പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്നാ റിലീസാവാനും 100 ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ പണികളുണ്ടായിരുന്നു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം 1 വർഷം എടുത്തു നമ്മൾ നിന്ന് പുറത്തേക്ക് ചാടിക്കാനായിട്ട്. അപ്പൊ ഇവരെക്കാട്ടും ടെൻഷനായിരുന്നു, എന്നാ റിലീസാവാന്ന് ചോദിച്ചു ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് എനിക്കിത് കാണുമ്പോൾ ഫുൾ സൗണ്ടോട് കൂടിയിട്ട് ഒരു സിനിമ സ്ക്രീനിൽ കാണുന്ന വാശിയിലായിരുന്നു. അത് കണ്ടു. ഞാനിങ്ങനെ എത്രാമത്തെ എപ്പിസോഡാന്ന് പോലും എനിക്ക് അറിയില്ല. ഇതിങ്ങനെ വന്നിരുന്നു അതിന് കുഴപ്പമില്ല. അപ്പൊ എന്റെ എപ്പിസോഡ് വരെ ഞാൻ വിട്ടു. ഇത് പിടിക്കണ ഈ സാധനം കഥ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നീനമാമിനെ കാണിക്കുന്നു, റഹ്മാൻ സാറ് വരുന്നു. അങ്ങനെ വന്ന് റഹ്മാൻക്ക് എവിടെയോ ദേവന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ശരിക്കും കൊള്ളാട്ടോ, ഒരു സാധനം വരുന്നുണ്ട്, കണ്ടോട്ടാ നോക്കിട്ടാന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ വന്നിട്ടാണ് നേരെ പാലക്കാട്ടിലേക്ക് വരുന്നതും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. വെളിച്ചപ്പാട് പോകുന്നതും കർണാട്ടിക് മ്യൂസിക്കും. സത്യം പറഞ്ഞു ഞാൻ രോമാഞ്ച പുളിയതനായി അവിടെ ഇരുന്നു. സത്യം പറഞ്ഞു
നല്ല രസമായിട്ട് മേക്ക് അവിടെ ഞാൻ ഫസ്റ്റ് ഡേ 12 മണിക്കുള്ള ഷോ ഞാൻ കണ്ടു. തീർന്നപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മണിയോളം ആയിട്ടുണ്ട്. പിന്നെ കണ്ടോ? ഞാൻ കണ്ടു. ഞാൻ അതല്ല പറഞ്ഞു, ഞാൻ ഇന്നലെ ഇറങ്ങിയ ആ ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങി. എന്നെ ഓഫീസ് ടൈമും കൂടെ ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കിരുന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് കണ്ടു. പിന്നെ രാത്രിയൊക്കെ ആയിട്ട് കണ്ടു തീർത്തു, ഫുള്ള് കണ്ടു തീർത്തു. ദേവേട്ടൻ ആ എപ്പിസോഡ് കാണുന്ന എന്റെ റൂമിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു. ഫുൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചാൽ വൈബിലൊക്കെ കാണാനും പറ്റി. ഇഷ്ടമായി. ഞാനത് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ആ ദേവേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമാണ്. ദേവേട്ടൻ കുറച്ച് ചാലഞ്ചിങ് ആണ്. ഒന്ന് സ്ലാങ്ങും ആ ഒരു അപ്പിയറൻസും ആ ഒരു എനിക്ക് തോന്നുന്നു എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയ ക്യാരക്ടറാണ്. കാരണം ഞാനല്ലാണ്ട് അഭിനയിച്ച് അല്ലെങ്കിൽ പലരും മനുവിനെ കണ്ടില്ല കേട്ടോ, അത് ദേവേട്ടൻ തന്നെയായിരുന്നു. കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇന്നലെ എന്റെ ഫ്രണ്ട് ടോജി ഉമ്മട്ടി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടാ പറഞ്ഞു, മനുവിനെ കണ്ടില്ലടോ, ദേവേട്ടൻ കലക്കിയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ആക്ടറിന് ഇതിലും വലിയ അപ്രിസിയേഷൻ എന്താ വേണ്ടതല്ലേ. ഞാൻ അതിന് ഈ പറയുന്ന ഡയറക്ടർ റൈറ്ററോട് ഒന്നും കൂടി ഞാൻ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും ശക്തമായ കഥാപാത്രങ്ങൾ എനിക്ക് തരട്ടെ. ഇതില് ഞാൻ ജിമിക്കയുടെ ഒക്കെ ഇന്റർവ്യൂ എടുത്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഞാൻ അശ്വിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും എല്ലാം ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഭയങ്കര വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രൊഫഷണലിസം കാണിക്കുന്ന ക്രൂ ആണ് ഇതിനുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. നീന ഗുപ്ത മാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു എന്ന് പറഞ്ഞു, അതിന്റെ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ഒരു ചെറിയ പയ്യനാണ്, എന്നിട്ട് പോലും അത്രയും പാഷനും പ്രൊഫഷനും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ സീരീസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ചാലഞ്ചിങ് സാധനമായിരുന്നു. അതേപോലെ ഇക്കാക്ക് നിർബന്ധമായിരുന്നു ഇതൊരു വെബ് സീരീസ് തന്നെ ആയിരിക്കണം. ഇക്കടെ ഇന്റർവ്യൂവിൽ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നമ്മൾ ഈ പരിപാടിക്ക് ആപ്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ലോങ് പ്രോസസ്. ഇത് എത്ര ദിവസം എടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ കണ്ട അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടായവർ ഇതിന്റെ റിലീസ് ഡേ വരെ ഉണ്ടായിട്ടുണ്ട്. അത്ര ഹാർഡ് കോർ ആയിട്ട് എല്ലാവരും നിന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. വരാൻ പോകുന്ന പ്രോജക്ട്സ് ഞാൻ സത്യം പറഞ്ഞപ്പോ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കുറെ പേര് വിളിച്ചിട്ടുണ്ട്. ഇപ്പോ അതിൽ ഈ ദേവൻ കുപ്പിളേരിയിൽ നിന്ന് അടുത്തയിലേക്ക് പോകുന്ന എൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. അത് അതീവ ശക്തിയൊരു സാധനക്ക് വരണം. ഞാൻ അതിന്റെ ചലഞ്ചുകളാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനം വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സിനിമ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇത്രയും നാളെ പറയുന്ന പോലെ കണ്ടിന്യൂ സിനിമ ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ വരുന്ന പ്രൊജക്ട് ഈ പറയുന്ന ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്തത് അന്വേഷിപ്പിൽ കണ്ടെത്തുവാണ്. അതിന് തൊട്ട് മുന്നേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയാണ് ജേഡൻ അനിയനായിട്ട്, ജേഡനെ കുത്തുന്നതൊക്കെ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അത് ചോദിക്കണം. ഞാനിങ്ങനെ ശക്തൻ മാർക്കറ്റിൽ പോയപ്പോ മീൻ മേടിക്കാൻ പോയപ്പോ പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ കുത്തിയിലടാ. നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ രസമാണ്. അപ്പോൾ അങ്ങനെ ചലഞ്ചിങ് ക്യാരക്ടർ വരണം. ഇപ്പൊ ദേവൻ കിട്ടിയ പോലെ, ദേവൻ കുപ്ലേരി എന്റെ കൈകളിലേക്ക് കിട്ടിയ പോലെ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ക്യാരക്ടർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോ വേറെ താമസം എടുക്കുമോ, വെയിറ്റ്, അത്രേ ഉള്ളൂ. പേഷ്യൻസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സത്യം പറഞ്ഞ സിനിമ തന്നെ. അപ്പൊ ദേവേട്ടനെ കാണാത്തവര് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 1000 Babies കാണാം. ദേവേട്ടൻ എന്താ പറയാനുള്ളത്? എന്റെ പൊന്നു ജോലി, എനിക്ക് ഒന്നും പറയാനില്ല. എല്ലാവരും പോയി 1000 Babies കാണുക. ദേവനായിട്ട് ഞാനുണ്ട്, റഹ്മാൻ സാറുണ്ട്, അജി കുര്യനായിട്ട്, പിന്നെ കുറെ പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. മിസ്സായിട്ട് പോയി കാണാൻ നോക്കി. പിന്നെ അല്ല. അപ്പൊ ശരി ദേവേട്ട, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.